Respected garden planters, ഏലത്തോട്ടത്തിൽ ഏക്കർക്ക് ഉണക്കച്ചരക്ക് 1000 കിലോക്ക് മോളിൽ എടുക്കുന്ന മെത്തേഡിൽ ഇത് 5th വീഡിയോ. നിങ്ങൾ കാണുന്ന ഈ ഫീൽഡ് കുമിളി അടുത്തുള്ള ജക്കബല്ലം പ്ലേസിലുള്ള ഫീൽഡ്. ഈ ഫീൽഡ് ലാസ്റ്റ് ഒരു 10 വർഷമായിട്ട് 10 കൊല്ലമായിട്ട് നമുക്ക് ഏക്കർക്ക് 1000 കിലോക്ക് മോളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡ്. ഈ കൊല്ലം ഇതുവരെ 5 റൗണ്ട് എടുത്തിട്ടുണ്ട്. ഇതുവരെ 800 കിലോക്ക് പ്ലസ് എടുത്തിട്ടുണ്ട്. ഇന്നും കൂടെ ഒരു 200 പ്ലസ് കിട്ടും. സോ നമുക്ക് നെക്സ്റ്റ് ഇയറെ കൊണ്ടാണ് സിംബ് ഉണ്ടാക്കുന്ന മെത്തേഡിൽ കഴിഞ്ഞ ഒക്ടോബർ തൊട്ട് ഇതുവരെ ഒരു 5 മാസം ട്രീറ്റ്മെന്റ് പക്ക ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട്. ആ ട്രീറ്റ്മെന്റ് ഞാൻ ചുരുക്കം പറയാം. പക്ക എരുമ്പടി, അതോട് റൂട്ട് ഡെവലപ്മെന്റ്. ഈ റൂട്ട് ഡെവലപ്മെന്റ് മണ്ണിലുള്ള വേരെ നശിപ്പിക്കുന്ന വേർപുഴു, മീലിബഗ് ആൻഡ് നെമറ്റോഡ് കൊള്ളാനായിട്ട് മെനറ്റോഡും റേഫലും ചേർന്ന ഒരു സാധനം ഒളിച്ച് റൂട്ട് ഡെവലപ്മെന്റ് ആക്കിയ ഒരു വിഷയം. ആൻഡ് ഈ കൂടുതൽ സിംബ് ഉണ്ടാക്കാനായിട്ട് നോവ DAP, നോവ K41, ഗ്രീൻ മിറാക്കിൾ ആൻഡ് ഗൂഗ്ലി എന്ന് പറയുന്ന NPK ആൻഡ് മൈക്രോന്യൂട്രിയൻസ് കൂടിയ ഒരു ഗ്ലൂട്ടാമിക് ആസിഡ് മിക്സ് ആണ് ഒരു ഗ്രാനുവൽസ്. ഇത് ചേർത്ത് ചെയ്ത ഒരു ട്രൻസിങ്. ഈ സംഭവം 2 പ്രാവശ്യം നടന്നിട്ടുണ്ട്. ഒക്ടോബർ 1 നടന്നിട്ടുണ്ട്, ജനുവരി 1 നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത്ര ചിമ്പ്, ഇത്ര ഈൽഡ് കിട്ടിയിട്ടും കൂടെ നമുക്ക് ഒരു 40 to 50 ഹെൽത്തി ചിമ്പ് വന്നിട്ടുണ്ട്. കറക്റ്റ് ഫംഗിസൈഡ് കൂട്ടിയ മരുന്ന് കെമിക്കൽ നന്മ ചെയ്യக்கூடிய പൂച്ചികളെ കൊല്ലാതെ നോവ കമ്പനിയുടെ ഇൻസെക്ടിസൈഡും ഫംഗിസൈഡും ചേർന്ന സാധനം മാത്രം ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതുവരെ നമുക്ക് ഒരു ഡിസീസ് അല്ലാതെ, ഈ ഫിസേരിയം അല്ലാതെ സ്റ്റെംസ് പക്ക നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ മണ്ണിൽ കൂടുതൽ സോയിൽ ഫെർട്ടിലിറ്റി ഉണ്ടെങ്കിൽ മാത്രം നമ്മുടെ പ്ലാന്റ്സ് പക്ക ഹെൽത്തി ആയിട്ട് വരും. നല്ല ഹെൽത്തി വന്നാലേ നമുക്ക് കൂടുതൽ ഈൽഡ് കിട്ടും, അല്ലേ? അതുകൊണ്ട് ഈ കൂടുതൽ ഓർഗാനിക് മാറ്റർ ഡെവലപ്പ് ആക്കാനായിട്ട്, സോയിൽ ഫെർട്ടിലിറ്റി കൂട്ടാനായിട്ട് M-Carb, ഈ M-Carb മാരുതി ലബോറട്ടറി കമ്പനിയുടെ M-Carb ഉപയോഗിക്കുമ്പോൾ ഈ M-Carb കൂട്ടത്തിൽ ഡോക്ടർ ഡെർമ, ഡോക്ടർ മോനാസ്, ഡോക്ടർ M, ഈ സൂഡോട്രൈക്കോ വാം, ഈ ഡീകമ്പോസ്റ്റിംഗ് ബാക്ടീരിയ ചേർന്ന് ഈ ലിക്വിഡോട് ചേർന്ന് M-Carb ഈ ഫീൽഡിൽ ഒളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത്ര ഒരു പക്ക ഒരു ഹെൽത്തി സ്റ്റെംസ് നമുക്ക് വന്ന് നിൽക്കുന്നുണ്ട്. ഇതുപോലെ കൂടുതൽ സിംബ് ഉണ്ടായി വന്ന കാരണം OMK, ഈ പൊട്ടാഷ് കൂടിയ ഈ ഓർഗാനിക് മെന്യൂർ OMK 1/2 കിലോ വെച്ച് ഈ മണ്ണിൽ ഇട്ടിട്ടുണ്ട്. സോ കഴിഞ്ഞ മാസം ഇട്ടത് കൊണ്ട് ഇത്ര ഒരു ബ്രൈറ്റ്നെസ് ആയിട്ട് ചിമ്പും സറമും വരാൻ തുടങ്ങിയതേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് മന്ത് ഈ ഫീൽഡ് ഞാൻ കാണിക്കാം. ഭയങ്കര ചേഞ്ചസ് ആയിട്ട് കാ സെറ്റിങ്ങോട് ഉറപ്പായിട്ട് വന്നോളും. സോ ഇത് ഒരു മെത്തേഡ്. നെക്സ്റ്റ്, ഈ ഫെബ്രുവരി പകുതി തൊട്ട് മാർച്ച് പകുതി വരെ ഇനി ചെയ്യപ്പോകുന്ന വിഷയം ഞാൻ പറയാൻ പോകും. നെക്സ്റ്റ് ഒരു ട്രെൻസിങ്, കാൽസ്യം നൈട്രേറ്റോടെ ചേർന്ന് ഒരു പ്ലാന്റ് റീഹൈഡ്രേഷൻ സൊല്യൂഷൻ പൗഡർ PRS-ഉം പിന്നെ മാർവലസ് പൊട്ടാഷ് കൂടിയ അമിനോ കളந்த ലിക്വിഡ് ചേർന്ന് നാളെ തൊട്ട് ഒളിക്കാൻ പോവുക. ചെടിക്ക് ഒരു 10 ലിറ്റർ സറം കുളിപ്പിച്ച് ഒളിക്കുമ്പോൾ എത്ര ചൂട് വന്നാലും ഈ സറത്തിന്റെ അരുമ്പ് കരിച്ചൽ ഈ PRS കൊടുക്കുന്നത് കൊണ്ട് വരുന്നില്ല. ഈ പൊട്ടാഷ് കൂടി മാർവലസ് ഒളിക്കുമ്പോൾ ഫ്രൂട്ട് സെറ്റിങ്ങും പക്ക.
പക്ക ഒരു ബോൾഡ് സൈസോട് കായും കൂടെ ഈ സമ്മർ സമയത്ത് നമുക്ക് ഉറപ്പായിട്ട് ഉണ്ടാകും. അടുത്ത് ഈ തോട്ടത്തിൽ സ്പ്രേ ചെയ്യുന്ന കെമിക്കൽ വറം. സത്യം പറയുവാണെങ്കിൽ ഏലത്തോട്ടത്തിൽ ഈ സമയത്ത് ഈ വറം കെമിക്കൽ ഒരു വറം. ഈ കെമിക്കൽ 50 മില്ലി മാത്രം. ഇതോട് കാംപോ പാക്കിൽ കിട്ടുന്ന പിനാക്കൽ 50 ഗ്രാം 200 ലിറ്റർ വെള്ളത്തിൽ കൂട്ടി സ്പ്രേ ചെയ്ത ബോറർ ത്രിപ്സ് മൊത്തം 100% കൺട്രോൾ ആകും. അതോട് ഫംഗിസൈഡ് ഡയാസിൽ എന്ന് പറഞ്ഞ ആ ഫംഗിസൈഡ് 20 ഗ്രാം മാത്രം കൂട്ടി നമുക്ക് സ്പ്രേ ചെയ്യാം. അതോട് സീത്കിൽ, ഈ സീത്കിൽ എന്ന് പറയുന്ന വേലിഡാമൈസിൻ, സ്ട്രെപ്റ്റോമൈസിൻ, ടെട്രാസൈക്ലിൻ ചേർന്ന ഒരു ആന്റിബയോട്ടിക്. ഇതും കൂടെ 200 ലിറ്റർക്ക് 200 മില്ലി തൊട്ട് 300 മില്ലി വരെ നമുക്ക് ചേർത്തിട്ട് അടിക്കുമ്പോൾ ഇതുപോലെ ഒരേ മാസത്തിൽ തോട്ടം ഇതിനെക്കാട്ടിലും ബെറ്ററാണ്, ഒരു ഗ്രീൻ ഉണ്ടാകും. ഉറപ്പായിട്ട് അടുത്ത മാസം ഞാൻ ഈ ഫീൽഡിൽ ഇതേ ഇടത്തിൽ നിങ്ങൾ കാണിക്കാം. കാ സെറ്റിങ് 2 കാ പിടിക്കും. അതോട് നമുക്ക് പക്ക ഗ്രീൻ ആയിട്ട് ചെടിയും മാറും. അതോട് നെക്സ്റ്റ് വീക്ക് ഒരു ഫോളിയാർ സ്പ്രേ ചെയ്യാനായിട്ട് ഒരു പ്ലാൻ ഉണ്ട്. ഇതിൽ നമുക്ക് അയൺ കണ്ടന്റ് കൂടിയ ടാരക് എന്ന് പറഞ്ഞ മൈക്രോ ന്യൂട്രിയൻസ്, സിങ്കും അയൺ കണ്ടന്റും കൂടുതൽ മാംഗനീസോടെ ചേർന്ന് ഉണ്ട്. ഇത് കൂടുതൽ ഗ്രീൻ ആകും, സ്റ്റെമ്മിന് ഒരു സ്ട്രെങ്ത് കിട്ടും. ഇതുകൂടെ NPK ആൻഡ് F2 സാധനം ചേർത്ത് ഒരു കുളിപ്പിച്ച് ഒരു സ്പ്രേ ചെയ്താൽ നമുക്ക് കൂടുതൽ പൂക്കളും ഡ്രോപ്പിംഗ് അല്ലാതെ പിഞ്ചും 100% ഉണ്ടാകും. പിന്നെ ഈ ചൂട് സമയത്ത് നമുക്ക് ചെയ്യ വേണ്ടി ഇറിഗേഷൻ മെത്തേഡ്, കൂടുതൽ വെള്ളം അടിച്ചാലും നമുക്ക് ഈ ചൂട് കൊണ്ട് വെള്ളം എവാപ്പറേഷൻ ആയിടും. അപ്പോൾ നിങ്ങൾ എത്ര വെള്ളം കൊടുത്താലും 2 ദിവസം മാത്രം നിൽക്കും, 3ാമത് ദിവസം ഉണങ്ങും. സോ അതുകൊണ്ട് നിങ്ങൾ 50 ലിറ്റർ 100 ലിറ്റർ അങ്ങനെ കൊടുക്കരുത്. 20 ലിറ്റർ 25 ലിറ്റർ കൊടുത്താൽ മാത്രം മതി. അത് 2 ദിവസം 3 ദിവസം മാത്രം വളിക്കാണ് വെള്ളം മണ്ണിൽ നിൽക്കും. പിന്നെ 3ാമത് ദിവസം നിങ്ങൾ തിരിച്ച് വെള്ളം അടിക്കണം. അതുകൊണ്ട് കുറച്ച് വെള്ളം അടിച്ചിട്ട് റൗണ്ട് മാത്രം കൂടുതൽ എത്തി വരണം. അങ്ങനെ ചെയ്താൽ കാ സെറ്റിംഗ് ആകും, നല്ല ഒരു ഗ്രോത്തും കൂടെ ചെടിക്ക് കിട്ടും. ഒരു ഏക്കർക്ക് 440 പ്ലാന്റ്സ്. ഒരു പ്ലാന്റ്സ്ക്ക് 30 to 40 ചിമ്പ്, ഒരു ചിമ്പുക്ക് 3 ചരം, ഒരു ചരത്തിക്ക് 30 to 35 കൊത്ത്, ഒരു കൊത്തുക്ക് 15 കാ. ഇങ്ങനെ നമുക്ക് ഒരു പ്ലാനിൽ നമ്മുടെ ട്രീറ്റ്മെന്റ് കറക്റ്റ് ചെയ്യുമ്പോൾ ഒരു ചെടിക്ക് 3 കിലോ ചരക്ക്, മിനിമം 15 to 20 കിലോ പച്ചക്ക, 3 കിലോ ചരക്ക്, ഏക്കർക്ക് മിനിമം 1000 കിലോ ഉണക്ക ചരക്ക് നമുക്ക് എടുക്കാൻ പറ്റും. ഇതുപോലെ വിലയുള്ള സമയത്ത് നമുക്ക് 1000 കിലോ ചരക്കാണെങ്കിൽ 25 ലക്ഷം രൂപ നമുക്ക് കിട്ടും. മാക്സിമം ചെലവ് ഈ കെമിക്കൽ ഫെർട്ടിലൈസർ ചെലവ് 2.5 ലക്ഷം മാത്രം. ലേബർ കാസ്റ്റും മറ്റു പണിയും ചേർന്ന് ഒരു 2.5 ലക്ഷം. ആകെ ടോട്ടൽ 5 ലക്ഷം രൂപ ചെലവിൽ നമുക്ക് 25 ലക്ഷം രൂപ നമുക്ക് എടുക്കാം. നെറ്റ് പ്രോഫിറ്റ് നമുക്ക് 20 ലക്ഷം മിനിമം പെർ ഏക്കറിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇതുപോലെ വിലയുള്ള കാലത്തിൽ. ഓക്കെ, നമ്മുടെ തോട്ടത്തിൽ നല്ല വേര് ഇല്ലെങ്കിൽ എത്ര വെള്ളം കൊടുത്താലും ഈ വെള്ളത്തെ വലിച്ച് ചെടിക്ക് കൊടുക്കുന്നത് വേരല്ലേ. അപ്പോൾ വേരില്ലാതെ നിങ്ങൾ എത്ര വെള്ളം കൊടുത്താലും ചെടിക്ക് കിട്ടത്തില്ല. ഈ ഡ്രൈനസ് ചെടിയിൽ നിന്ന് മാറുന്നില്ല. സോ നല്ല വേരാക്കണം. വേരാക്കിയിട്ട് കറക്റ്റ് ഇറിഗേഷൻ ആഴ്ചയ്ക്ക് 2 പ്രാവശ്യം ഓടിച്ച് അടിച്ച് 2 പ്രാവശ്യം കൂടെ നമുക്ക് അടിക്കണം. എല്ലാം നല്ല കൂടുതൽ വെള്ളമുണ്ട്, ഇഷ്ടംപോലെ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞാൽ എത്ര കൊടുത്താലും കുഴപ്പമില്ല. നമ്മുടെ ഈ ഡോക്ടർ അഗ്രി കൺസൾട്ടിങ് വരുന്ന ആൾക്കാർക്ക് എത്ര മഴ കിട്ടിയാലും
സീസൺ സമയത്ത് നമുക്ക് ആളുകൾ വരുന്നില്ല. കാരണം നമുക്ക് നല്ല ഹെൽത്തി പ്ലാന്റ്സ്, നല്ല റൂട്ട്സ്, കറക്റ്റ് ഫെർട്ടിലൈസർ മാനേജ്മെന്റ് ഇത് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് 100% ആളുകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. സോ ഈ സമ്മർ സമയത്ത് എത്ര വെള്ളം കൊടുത്താലും ഒന്നും പേടിക്കരുത്. നമ്മുടെ ഈ കൺസൾട്ടിങ് മെത്തേഡ് നമ്മുടെ ഈ വീഡിയോകളെ ഫോളോ അപ്പ് ചെയ്തിട്ട് ഇതുവരെ 6000 ഏക്കർക്ക് മുകളിൽ ആൾക്കാർ ഫോളോ അപ്പ് ചെയ്തിട്ട് പ്രയോജനപ്പെടുന്നുണ്ട്. എല്ലാവരുടെ തോട്ടമും ഈ 6000 ഏക്കർസ് ഉള്ള ആൾക്കാരുടെ തോട്ടം മൊത്തം ഇംപ്രൂവ്മെന്റ് ഇതുവരെ പക്കാക്കായി, നല്ല ചിമ്പായിട്ടുണ്ട്. സോ ഈ മെത്തേഡിൽ എല്ലാ ആൾക്കാരും ഫോളോ അപ്പ് ചെയ്തിട്ട് കൂടുതൽ നമുക്ക് നെക്സ്റ്റ് ഇയർ ഈൽഡ് എടുക്കണം, നല്ല ഈൽഡ് ഉണ്ടാക്കണം. അങ്ങനെ ഒരു ആഗ്രഹത്തിൽ ഈ വീഡിയോ ഞാൻ വിട്ടിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു റെസ്പെക്റ്റഡ് കാർഡമം പ്ലാന്റേഴ്സ്, താങ്ക് യു.